കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ണികൃഷ്ണൻ തൂങ്ങി മരിച്ചു. കർണാടക സുള്ളയിൽ പോലീസുകാരുമായി അടിപിടി ഉണ്ടാക്കിയതിന് കേസിൽപ്പെട്ട് സസ്പെൻഷനിലായിരുന്നു. ഇതിന്റെ പേരിൽ ഹൈക്കോടതി ഉണ്ണികൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. സസ്പെൻഷനാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ വാഴപ്പള്ളി സ്വദേശിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കാസർഗോഡ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് VK ഉണ്ണികൃഷ്ണൻ. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് കാസർഗോട്ടെ ഔദ്യോഗിക വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഉണ്ണികൃഷ്ണനെ കണ്ടെത്തുന്നത്. കൂടെ താമസിച്ചിരുന്ന ബന്ധു ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയി തിരികെ വന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 അഭിഭാഷകർക്കൊപ്പം കർണാടകയിലെ സുബ്രഹ്മണ്യയിൽ കഴിഞ്ഞ ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തി വരുമ്പോൾ മജിസ്ട്രേറ്റ് സുള്ളിയിൽ മദ്യപിച്ച് ബഹളം വെച്ചതായി ആരോപണമുയർന്നിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും മജിസ്ട്രേറ്റ് ഉണ്ണികൃഷ്ണനെതിരെ കർണാടകയിലെ സുള്ളിയ പോലീസ് കേസെടുത്തു. കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണനെ പോലീസ് അന്ന് തന്നെ വിട്ടയച്ചു. പിന്നീട് കാസർഗോഡ് എത്തിയ മജിസ്ട്രേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സുള്ളിയ പോലീസ് ശീതളപാനീയത്തിന് മദ്യം നൽകി തന്നെ കൊണ്ട് കുടിപ്പിക്കുകയും സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തതായി മജിസ്ട്രേറ്റ് ഉണ്ണികൃഷ്ണൻ കാസർഗോഡ് പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതി സുള്ളിയ ഡിവൈഎസ്പിക്ക് പോലീസ് കൈമാറുകയും ചെയ്തു. ഇതിനിടെയാണ് മജിസ്ട്രേറ്റ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. ജില്ലാ ജഡ്ജി മനോഹര കെണി, ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ്, ADM അംബുജാക്ഷൻ തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥർ സംഭവം പറഞ്ഞ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാട്ടിൽ കാട്ടാനകൾ വെടിയേറ്റ് ചെരിയുന്നത് തുടർക്കഥയായ സാഹചര്യത്തിൽ നാടൻ തോക്കുകൾക്കായി വ്യാപക റെയ്ഡ് നടത്താൻ പോലീസിന്റെ തീരുമാനം. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് കാര്യമായ പരിശോധന നടത്തുക. കൂടാതെ ലൈസൻസ് ഉള്ള തോക്കുകൾ സംബന്ധിച്ചും അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ 2 ആനകളാണ് വയനാട്ടിൽ വെടിയേറ്റ് ചെരിഞ്ഞത്. നാടൻ തോക്കുകൾ ഉപയോഗിച്ചായിരുന്നു 2 ആനകളെയും വെടിവെച്ചു കൊന്നത്. വനാതിർത്തി പ്രദേശങ്ങളിൽ നാടൻ തോക്കുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തോക്കുകൾക്കായുള്ള പരിശോധനകൾ വ്യാപകമാക്കുവാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് ചീഫ് K. കാർത്തിക് എല്ലാ ആംസും പരിശോധിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ നാടൻ തോക്ക് ഉണ്ടാക്കുന്ന ഈ ബ്ലാക്ക് സ്മിത്തുകൾ അങ്ങനെയുള്ള ആൾക്കാർ എടുത്തിട്ട് അവരുടെ ആക്ടിവിറ്റീസും എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യമായ നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം കേണിച്ചിറ അതിരാറ്റുകുന്നിൽ കാട്ടാന ചെരിഞ്ഞത് ഷോക്കേറ്റാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കമ്പി ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയത് ആനയെ വെടിവെച്ചു കൊന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. എന്നിട്ട് ഷാക്ക് കൊടുത്ത് ആനയെ കൊന്നു. പിന്നെ ഈ കമ്പി റാഡ് കൊണ്ട് അയൺ റാഡ് കൊണ്ട് കുത്തിയതാണ്. അതാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. അതിരാറ്റുകുന്നിലെ ആനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേർ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, വയനാട്. ഹെഡ്മാസ്റ്ററെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ തുടർച്ചയായി ക്ലാസുകൾ ബഹിഷ്കരിക്കുന്നു. കാസർഗോഡ് കണ്ണിവേൽ ഗവൺമെന്റ് UP സ്കൂൾ PTA തീരുമാനപ്രകാരമാണ് മുഴുവൻ കുട്ടികളും കഴിഞ്ഞ 2 ദിവസമായി സ്കൂളിൽ ഹാജരാകാത്തത്. എന്നാൽ അന്വേഷണ വിധേയമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് ഹെഡ്മാസ്റ്ററെ സ്ഥലം മാറ്റിയതെന്ന് കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും പറയുന്നു. പഠന സമയത്ത് 7ാം ക്ലാസ്സിലെ 3 വിദ്യാർത്ഥികളെ അധ്യാപകൻ വീട്ടുജോലി ചെയ്യിച്ചതിനെ തുടർന്ന് വിവാദമായ സ്കൂളാണ് കണ്ണിവേൽ ഗവൺമെന്റ് UP സ്കൂൾ. ഈ സംഭവത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ തോമസ് ജോസഫിനെ അന്വേഷണ വിധേയമായി കാസർഗോഡ് DD സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണത്തിന് DD U കരുണാകരൻ സ്കൂളിൽ വന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ഹെഡ്മാസ്റ്ററുടെ ഭാഗത്ത് അക്കാദമിക് ഭരണപരമായ കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഹെഡ്മാസ്റ്റർ ഗോപാലകൃഷ്ണനെ തവനത്ത് ഗവൺമെന്റ് UP സ്കൂളിലേക്ക് സ്ഥലം മാറ്റി. ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി നടത്തിപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഗോപാലകൃഷ്ണൻ. പകരം നിയമിച്ച ഹെഡ്മാസ്റ്റർ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നയാളാണെന്ന് ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണി ആരോപിച്ചു. മാഷ് പോകുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് വരുന്ന അധ്യാപകനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതിവിടെ ഫ്ലാഷായിപ്പോയി. കാരണം വരുന്ന അധ്യാപകൻ മദ്യപാനിയാണ് എന്നുള്ളൊരു കാര്യം ഇവിടുത്തെ പേരൻസ് തിരിച്ചറിയും. അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ അടുത്ത് പരാതി തരികയും ചെയ്തു. ഹെഡ്മാസ്റ്റർ ഗോപാലകൃഷ്ണന്റെ സ്ഥലമാറ്റം പിൻവലിച്ചില്ലെങ്കിൽ ഈ സ്കൂളിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും TC വാങ്ങുമെന്ന് PTA പ്രസിഡന്റ് സന്തോഷ് പറഞ്ഞു. ഞങ്ങളുടെ നിർദ്ദേശം ഞങ്ങളുടെ ഹെഡ്മാസ്റ്ററിനെ തിരിച്ച് ഇവിടെ തന്നെ എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ 50ഓളം കുട്ടികൾ നാളെ TCക്ക് അപേക്ഷ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവർ കൊടുക്കും. പിന്നെ 5-6 കുട്ടികളെ പിന്നെ ഈ സ്കൂളിൽ അവശേഷിക്കുള്ളൂ. അത് 7 ക്ലാസുകൾ മാത്രമുള്ള കണ്ണിവേൽ ഗവൺമെന്റ് UP സ്കൂൾ 1972 പ്രവർത്തനം തുടങ്ങിയതാണ്. ഈ സ്കൂളിനോടനുബന്ധിച്ച് ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ആകെയുള്ള 58 വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഗുരുതരമായ വീഴ്ചകൾ കണ്ടതിനെ തുടർന്നാണ് ഹെഡ്മാസ്റ്ററെ സ്ഥലം മാറ്റിയതെന്ന് കാസർഗോഡ് DD U കരുണാകരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാലക്കാട് പട്ടാമ്പിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പരാതി. പ്രശ്നത്തിൽ കുറ്റക്കാരായവരെ MES സ്കൂൾ മാനേജ്മെന്റ് സംരക്ഷിക്കുന്നതായും ആക്ഷേപം. വിഷയമേറ്റെടുത്ത് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്.
ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 9 പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത്. പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഷ്കർ അലിയെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴി തടഞ്ഞു നിർത്തി സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. +1 വിദ്യാർത്ഥികളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. പരിക്കേറ്റ കുട്ടി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പട്ടാമ്പി പോലീസിൽ പരാതിയും നൽകി. എന്നാൽ സ്കൂൾ മാനേജ്മെന്റ് റാഗിങ്ങിനിരയായ കുട്ടിയെ പുറത്താക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് പിതാവ് യൂസഫ് പറഞ്ഞു. റാഗിങ്ങിന് വിധേയനായ കുട്ടിയെ പുറത്താക്കുകയും 15ഓളം വരുന്ന റാഗിങ് നടത്തിയ വിദ്യാർത്ഥികളെ യാതൊരു പ്രശ്നമില്ലാതെ അവിടെ പഠിപ്പിക്കാനും കൂടി അവർ തയ്യാറായിരിക്കുകയാണ്. ഇതിൽ നിന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാം, 15 കുട്ടികളെ പുറത്താക്കി കഴിഞ്ഞാൽ അവരുടെ വരുമാനത്തിൽ വലിയ നഷ്ടം വരും. ഒരു കുട്ടിയെ പുറത്താക്കി കഴിഞ്ഞാൽ അത്ര പ്രശ്നം വരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എതിർകക്ഷികളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തള്ളി. എന്നിട്ടും കുറ്റക്കാരായവർക്കെതിരെ യാതൊരു നടപടിയും സ്കൂൾ അധികൃതർ സ്വീകരിച്ചില്ലെന്ന് വിഷയം ഏറ്റെടുത്ത ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. പ്രശ്നം സ്ഥലം MLA മുഹമ്മദ് മൂസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും സഹായം വാഗ്ദാനം ചെയ്തെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാദാപുരത്ത് ലീഗ് കേന്ദ്രത്തിൽ നിന്ന് ഉഗ്രശേഷിയുള്ള 11 സ്റ്റീൽ ബോംബുകളും 3 പൈപ്പ് ബോംബുകളും പോലീസ് കണ്ടെടുത്തു. നാദാപുരം കുറവൻതേരിയിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് ബോംബ് കണ്ടെടുത്തത്. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം CPIMന്റെ കൊടിമരം തകർത്തതുമായി ബന്ധപ്പെട്ട് പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ബോംബ് കണ്ടെത്തിയത്. കൊച്ചി വൈറ്റിലയിലെ ഫ്ളാറ്റിൽ യുവാവിനെ ലഹരി കൊടുത്തു മയക്കി അശ്ലീല ചിത്രമെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിടിയിലായവരെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് സൂചന. വൈറ്റിലയിലെ ഫ്ളാറ്റിൽ യുവാവിനെ ലഹരി കൊടുത്തു മയക്കി സ്ത്രീകൾക്കൊപ്പം നിർത്തി നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 4 യുവാക്കളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. തോപ്പുംപടി പെൺവാണിഭ കേസിലെ 1ാം പ്രതി കൂടിയായ മട്ടാഞ്ചേരി കരുവേലിപ്പടി സ്വദേശി ഷിബിലി, തോപ്പുംപടി സ്വദേശി ഡാനി ജോൺ, ഉദയംപേരൂർ സ്വദേശി ശരത്, തൃശൂർ ചെറുതുരുത്തി സ്വദേശി മുസ്തഫ എന്നിവരാണ് അറസ്റ്റിലായവർ. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ഇലക്ട്രോണിക് സ്ഥാപനത്തിലെ മാനേജറായ കണ്ണൂർ സ്വദേശിയെ ലഹരി കൊടുത്ത് മയക്കി യുവതിക്കൊപ്പം അശ്ലീല ചിത്രമെടുത്ത ശേഷം 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഹിൽ പാലസ് പോലീസാണ് അന്വേഷിക്കുന്നത്. ഗുണ്ടകളെ നേരിടാനായി രൂപീകരിച്ച സിറ്റി ടാസ്ക് ഫോഴ്സിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് 4 പ്രതികൾ പിടിയിലായത്. പിടിയിലായവർ വധശ്രമ കേസിലും ലഹരിമരുന്ന് കേസിലും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവ ദിവസം ഫ്ളാറ്റിലുണ്ടായിരുന്ന 2 സ്ത്രീകളിൽ ഒരാളെയാണ് പോലീസ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത്. 2ാമത്തെ സ്ത്രീക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. പിടിയിലായവരെ കൂടാതെ അശ്ലീല വീഡിയോ മറ്റൊരാളാണ് പകർത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അറസ്റ്റിലായവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെക്കുറിച്ച് അറിയാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. അതിനാൽ റിമാൻഡിൽ കഴിയുന്ന 4 പ്രതികളെയും അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂരിൽ പുലിമുരുകന്റെ വ്യാജപതിപ്പ് പിടികൂടിയതിൽ കൂടുതൽ അന്വേഷണം. കടയുടമ ഉൾപ്പെടെ 2 പേർ നേരത്തെ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. വ്യാജ പകർപ്പ് കൂടുതൽ പേരിൽ എത്തിയോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. കണ്ണൂർ മാർക്കറ്റ് റോഡിലെ ഷോപ്പിൽ പുലിമുരുകന്റെ വ്യാജപതിപ്പുകൾ രഹസ്യമായി കൈമാറുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ റെയ്ഡിലാണ് ക്ലിയർ വോയിസ് മൊബൈൽ ഷോപ്പിലെ മെമ്മറി കാർഡിൽ നിന്നും ഒറിജിനലിനോട് കിടനിൽക്കുന്ന വ്യാജപതിപ്പുകൾ കണ്ടെത്തിയത്. കടയുടമ അബ്ദുൾ സലാം, ജീവനക്കാരൻ വിവേക് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 20 രൂപ നിരക്കിൽ പുലിമുരുകന്റെ വ്യാജപതിപ്പുകൾ ഇവർ കൈമാറിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസ് കടയിൽ റെയ്ഡ് നടത്തിയത്. നമ്മുടെ ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന സിനിമ ഈ ഒരു മൊബൈൽ ഷോപ്പിലൂടെ വ്യാജ കോപ്പി കൊടുക്കുന്നുണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടുകയും നമ്മളൊരു മെമ്പറെ പറഞ്ഞയച്ചിട്ട് മെമ്പറെ കോപ്പി ചെയ്ത് വാങ്ങിക്കുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും SI അടക്കം നമ്മുടെ കൂടെ വന്ന് പിന്നെയും നമ്മളൊരു മെമ്പർ അവിടെ പറഞ്ഞു വിട്ടു കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മെമ്പർ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് SI കയറിയിട്ട് റെയ്ഡ് ചെയ്യുകയും ചെയ്തത്. തമിഴ് സൈറ്റിൽ കഴിഞ്ഞ ദിവസം ചിത്രം പ്രത്യക്ഷമായിരുന്നു. ആ ചെറിയ സമയത്തിനുള്ളിൽ ചിത്രം പകർത്തിയതായിരിക്കാമെന്നാണ് സൂചനകൾ. കണ്ണൂർ ടൗൺ SI അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ബ്രിട്ടനിലുള്ള ഇന്ത്യൻ വ്യവസായി വിജയ് മല്യയും ലളിത് മോദിയും ഉൾപ്പെടെ 60 കുറ്റവാളികളെ കൈമാറണമെന്ന് ഇന്ത്യ. വിവിധ കേസുകളിൽ പ്രതികളായ 60 കുറ്റവാളികളുടെ പട്ടികയും ഇന്ത്യ ചർച്ചയ്ക്കിടെ ബ്രിട്ടീഷ് പ്രസിഡന്റ് തെരേസ മേയ്ക്ക് കൈമാറി.
3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷ് പ്രസിഡന്റ് തെരേസ മേയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആവശ്യം ഉന്നയിച്ചത്. വിവിധ കേസുകളിൽ പ്രതിയായ ഇന്ത്യ തിരയുന്ന 60 കുറ്റവാളികളുടെ പട്ടികയും ചർച്ചയ്ക്കിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ഇന്ത്യ കൈമാറി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പ്രകാരം ബ്രിട്ടൻ തിരയുന്ന 17 കുറ്റവാളികളുടെ പേരും തെരേസ മേ ഇന്ത്യക്ക് കൈമാറി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മൈക്കിളിന്റെ പേരും ഇന്ത്യ കൈമാറിയ പട്ടികയിലുണ്ട്. ഇരു രാജ്യങ്ങളും ചേർന്ന് കൈക്കൊണ്ട സംയുക്ത പ്രസ്താവനയിൽ ഭീകരവാദത്തിനെതിരെയുള്ള നിലപാട് ശക്തിപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവർക്കും ഭീകരർക്ക് താവളമൊരുക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിലും മേ ആശങ്ക പ്രകടിപ്പിച്ചു. 2008 മുംബൈ ഭീകരാക്രമണം, 2016 പഠാൻകോട്ട് ഭീകരാക്രമണം എന്നിവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുമ്പാകെ കൊണ്ടുവരണമെന്നും പാകിസ്ഥാനോട് ഇരുവരും അഭ്യർത്ഥിച്ചു. ഭീകരത, സംഘടിത കുറ്റകൃത്യങ്ങൾ, വിസ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തലത്തിൽ വാർഷിക ചർച്ച സംഘടിപ്പിക്കാനും കൂടിക്കാഴ്ചയ്ക്കിടെ ധാരണയായി. ന്യൂസ് ഡെസ്ക്. മഹാരാഷ്ട്രയിൽ 29-കാരനായ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തി. ആൺകുട്ടിയെ പ്രസവിക്കാത്തതിനായിരുന്നു കൊടും ക്രൂരത. മറ്റൊരു വിവാഹം കഴിക്കാനുള്ള ശ്രമം എതിർത്തതും കൊലപാതകത്തിന് പ്രകോപനമായി. റിപ്പോർട്ടിലേക്ക്. രണ്ടാം വിവാഹത്തിന് വിസമ്മതമറിയിച്ച ഭാര്യയെ 29-കാരനായ ഭർത്താവ് കൊലപ്പെടുത്തി. ആൺകുട്ടിയെ പ്രസവിക്കാത്തത് കൊണ്ടാണ് ഭർത്താവ് ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് രണ്ടാം വിവാഹത്തിന് തയ്യാറെടുത്തത്. 28 വയസ്സുകാരിയായ ഇന്ദുവിനെയാണ് കൂണാൽ സോണക് കാത്കെ കൊലപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ താനെയിലാണ് സംഭവം. ആൺകുട്ടി വേണമെന്ന അതിയായ ആഗ്രഹത്തെ തുടർന്നാണ് കാത്കെ രണ്ടാം വിവാഹത്തിനൊരുങ്ങിയത്. ദമ്പതികൾക്ക് 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. ആൺകുട്ടി ജനിക്കാൻ ഇയാൾ മറ്റൊരു വിവാഹത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു. ഈ തീരുമാനത്തെ തടഞ്ഞ ഭാര്യയെ തന്ത്രപൂർവ്വം ബൈക്കിൽ കൊണ്ടുപോയി തൊട്ടടുത്തുള്ള പുഴയിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. അതിനുശേഷം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. അപകടമരണമാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇത്. എന്നാൽ മരണത്തിൽ സംശയം തോന്നിയ ഭാര്യാപിതാവ് നൽകിയ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. കൊലപാതക കുറ്റം ചുമത്തി കൂണലിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിനുള്ള കൺസൾട്ടൻസി കരാർ നൽകിയതിൽ ക്രമക്കേടെന്ന് വിജിലൻസ് റിപ്പോർട്ട്. ടെൻഡറിൽ കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ യോഗ്യതയുള്ള കമ്പനി ഒഴിവാക്കി ഉയർന്ന തുക ആവശ്യപ്പെട്ട കമ്പനിക്കാണ് കരാർ നൽകിയത്. ഇടപാടുകൾ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിജിലൻസ് ആലപ്പുഴ യൂണിറ്റ് നടത്തിയ ത്വരിത പരിശോധനയുടെ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിനുള്ള കൺസൾട്ടൻസി കരാർ നൽകിയതിൽ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ടെൻഡറിൽ ഉയർന്ന തുക രേഖപ്പെടുത്തിയ ഏജൻസിക്കാണ് കരാർ നൽകിയത്. യോഗ്യതയുണ്ടായിട്ടും കുറഞ്ഞ തുക കോട്ട് ചെയ്ത ഏജൻസിയെ ഒഴിവാക്കി. കരാർ നേടിയ ആർക്കിമാട്രിക് എന്ന കമ്പനി വിരമിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥൻ സത്യപാലന്റേതാണെന്ന് വിജിലൻസ് കണ്ടെത്തി. കരാർ നേടിയ കമ്പനി ഉൾപ്പെടുന്ന സംയുക്ത സംരംഭത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സത്യപാലിന്റെ മകൻ സച്ചിനാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കമ്പനിക്ക് അവിഹിത നേട്ടമുണ്ടാക്കുന്നതിന് വഴിവിട്ട സഹായം ലഭിച്ചു. മാത്രമല്ല, ടെൻഡർ തുറന്ന ശേഷമാണ് യോഗ്യതാ നിർണയ സമിതിയെ നിശ്ചയിച്ചത്. പൊതുമരാമത്ത് ചീഫ് ആർക്കിടെക്റ്റിനെ ഒഴിവാക്കി കർണാടക സ്വദേശികളായ 3 പേർ മാത്രമാണ് സമിതിയിലുണ്ടായിരുന്നത്. നിർദ്ദിഷ്ട ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അക്കമിട്ട് പറയുന്നതാണ് റിപ്പോർട്ട്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിനുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് ക്രമക്കേടുകൾ വിശദമാക്കുന്നത്. സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും വിജിലൻസ് ശുപാർശ ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ നിർദ്ദിഷ്ട ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹരിപ്പാട് പോലീസ് നിയമന തട്ടിപ്പ് കേസ് അന്വേഷണ സംഘം അട്ടിമറിച്ചു. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താതെ ശരണ്യ എന്ന പെൺകുട്ടിയെ മാത്രം പ്രതിയാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയും സംഘം അന്വേഷിച്ചില്ലെന്നാണ് ആക്ഷേപം. 2015 നവംബറിലാണ് ശരണ്യ പോലീസ് പിടിയിലാകുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അറിവോടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും സീലും ഉപയോഗിച്ച് പോലീസ് നിയമനം നടത്താൻ പരലിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. തട്ടിപ്പിന്റെ കഥകൾ പീപ്പിൾ TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ശരണ്യയെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കായംകുളം സ്റ്റേഷനിൽ വെച്ച് ആഭ്യന്തരമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് പറയാതിരിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും പിന്നീട് ശരണ്യയെ ഹരിപ്പാട് കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും ആഭ്യന്തരമന്ത്രിയെയും ഓഫീസിനെയും കുറിച്ചുള്ള പങ്ക് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇവരെ ഉപയോഗിച്ച് തനിക്കെതിരെയുള്ള തെളിവുകൾ ആഭ്യന്തരമന്ത്രി നശിപ്പിച്ചുവെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള ഗുരുതരമായ കേസ് അന്വേഷിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഇത്രയധികം ഗൗരവകരമായ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് 1.5 മാസം മുൻപ് ഹരിപ്പാട് കോടതിയിൽ കുറ്റപത്രം നൽകി. ശരണ്യയും മറ്റ് 4 പേരെയും പ്രതിയാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്.
ശരണ്യ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴി ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ രേഖകൾ കോടതി നൽകിയില്ല എന്നും പോലീസ് പറയുന്നു. ഇത്രയധികം ഗുരുതരമായ കേസിൻ്റെ അന്വേഷണം നടന്നിട്ടും ആഭ്യന്തരമന്ത്രിയെ ഒഴിവാക്കി കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചു എന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. എറണാകുളം കാലടി സ്റ്റേഷനിലെ 10 പോലീസുകാർക്ക് കൂട്ടസ്ഥലം മാറ്റം. ഗുണ്ടാ മാഫിയ ബന്ധമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഗുണ്ടാ മാഫിയയുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് കൂട്ടസ്ഥലം മാറ്റം. ഗുണ്ടാ മാഫിയക്കെതിരായ പരാതികൾ ഒതുക്കി തീർക്കുന്നതായും പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്നതായും ഇന്റലിജൻസിന്റെ പരിശോധനയിൽ വ്യക്തമായി. കൂടാതെ ഗുണ്ടകളിൽ നിന്ന് പണം കൈപ്പറ്റിയതായും ഇന്റലിജൻസ് കണ്ടെത്തി. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാലടി സ്റ്റേഷനിലെ 10 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാലടി കേന്ദ്രീകരിച്ച് ഗുണ്ടാവിളയാട്ടം വർദ്ധിച്ചതായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്റലിജൻസിന്റെ അന്വേഷണം. ഗുണ്ടാ മാഫിയയോട് വിധേയം കാണിക്കുന്ന പോലീസുകാർക്കുള്ള താക്കീതാണ് ഈ സ്ഥലം മാറ്റം. അതിനിടെ കൊച്ചിയിലെ ഗുണ്ടാ കേസുകൾ എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കാനും തീരുമാനമായി. പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധത്തിനൊപ്പം ഇവരുടെ സ്വത്ത് സമ്പാദനവുമാണ് അന്വേഷിക്കുന്നത്. ഗുണ്ട പോലീസ് ബന്ധത്തിന് പുറമെ ഇവരുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരായ രാഷ്ട്രീയക്കാരുടെ സ്വത്തും എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൃശൂരിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് പിടികൂടിയ 10 മലമ്പാമ്പുകളെ വനംവകുപ്പ് കാട്ടിൽ തുറന്നുവിട്ടു. കഴിഞ്ഞ 2 ദിവസത്തിനിടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലമ്പാമ്പുകളെ കണ്ടെത്തിയത്. ഫോറസ്റ്റ് വാച്ചർ സേവ്യറിന്റെ നേതൃത്വത്തിലാണ് പാമ്പുകളെ കാട്ടിലെത്തിച്ചത്. കാഴ്ച കഴിഞ്ഞ 2 ദിവസത്തിനിടെ 10 മലമ്പാമ്പുകളെയാണ് തൃശൂർ ജില്ലയിലെ വിവിധ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. രാത്രികാലങ്ങളിൽ വളർത്തുപക്ഷികളെയും മൃഗങ്ങളെയും ആക്രമിക്കുന്നത് പതിവായതോടെ നാട്ടുകാർ കെണിയൊരുക്കി പാമ്പുകളെ പിടിക്കുകയായിരുന്നു. തുടർന്ന് ഇവയെ ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ചു. ഫോറസ്റ്റ് വാച്ചർ സേവ്യർ എൽത്തുരുത്തിന്റെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ നിന്ന് പാമ്പുകളെ പിടിക്കാറുണ്ട്. മലമ്പാമ്പുകളെ കണ്ടെത്തിയാൽ ജനങ്ങൾ ഫോറസ്റ്റുകാരെ വിവരം അറിയിക്കാറുണ്ടെങ്കിലും എല്ലായിടത്തും ഓടിയെത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാറില്ല. കെണിയിൽ കുടുങ്ങുന്നതോ വീടിനുള്ളിൽ കയറുന്നതോ ആയ സംഭവങ്ങളിൽ മാത്രമേ ജനങ്ങൾ മലമ്പാമ്പുകളെ പിടികൂടാവൂ എന്നാണ് നിർദ്ദേശമെങ്കിലും നാട്ടുകാർ നേരിട്ട് പിടികൂടുന്ന സംഭവങ്ങൾ പതിവായിരിക്കുകയാണ്. എമർജൻസി കേസിന് പിടിക്കാം. വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലേക്ക് വന്നതിനെ പിടിക്കാം. പാമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കാം. നമ്മുടെ എലി തവള പെരിച്ചായി നല്ല രീതിയിൽ പ്രകൃതി സന്തുലനാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കും. നാട്ടുകാർ കെണിയൊരുക്കി പിടിക്കുമ്പോഴുള്ള പരിക്കുകൾ മൂലം മലമ്പാമ്പുകൾ പലതും അതിജീവിക്കാറില്ല. ആവാസ വ്യവസ്ഥ മാറി കാട്ടിലെത്തുമ്പോൾ ഇരകിട്ടാതെയും ഇവ നാട്ടിൻ പ്രദേശങ്ങളിൽ തിരികെ എത്താറുണ്ട്. 20 മുതൽ 30 കിലോ വരെ തൂക്കമുള്ള മലമ്പാമ്പുകളെയാണ് കാട്ടിൽ തുറന്നുവിട്ടത്. ക്യാമറാമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്. നോട്ടുകൾ നിരോധിച്ചതോടെ ട്രോളുകളുടെ പെരുമഴയായിരുന്നു സോഷ്യൽ മീഡിയയിൽ. നിരോധിച്ച നോട്ടുകളെ ആക്ഷേപിച്ച് പോസ്റ്ററുകൾ തയ്യാറാക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇത്തരം ആക്ഷേപങ്ങൾ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ജാമ്യമില്ലാത്ത കേസാണ്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ കൊണ്ട് കടല പൊതിഞ്ഞവരും കത്തിച്ചവരും കുടുങ്ങാനാണ് സാധ്യത. ഇന്ത്യൻ കറൻസി അപമാനിക്കുന്നത് ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ്. ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത ജാമ്യമില്ലാത്ത കേസാണിത്. നോട്ടുകൾ നിരോധിച്ചതോടെ നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായത്. എന്നാൽ ഈ നോട്ടുകൾ ഡിസംബർ വരെ ബാങ്കുകളിൽ മാറിയെടുക്കാവുന്നതാണ്. മാർച്ച് 31 വരെ പ്രത്യേക ശാഖകളിലും ഇത് മാറാം. ചുരുക്കി പറഞ്ഞാൽ അന്നുവരെ ഈ നോട്ടുകൾ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അതിനാൽ കറൻസി അപമാനിക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നാവുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. പഴയ ഇന്ത്യൻ നോട്ടുകളെ കളിയാക്കി പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. നോട്ട് ആടിന് തിന്നാൻ കൊടുക്കുന്നതുമൊക്കെയായി അവരവരുടെ ഭാവനയ്ക്ക് അനുസൃതമായാണ് ട്രോളുകൾ പിറക്കുന്നത്. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാമെങ്കിലും നോട്ടിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പാടില്ലെന്നാണ് നിയമം. ന്യൂസ് ഡെസ്ക്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം വന്നതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളാണ്. പലർക്കും യാത്ര തന്നെ മതിയാക്കി തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. ആലപ്പുഴ കായൽ ഭംഗി ആസ്വദിക്കാനെത്തിയ വിനോദസഞ്ചാരികളും നിരാശയിലായി. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 500, 1000 നോട്ടുകൾ സർക്കാർ പിൻവലിച്ചതോടെ കേരളത്തിലെ കായൽ ടൂറിസത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പ്രതിദിനം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന ആലപ്പുഴയിൽ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാരികൾ പോലും എത്തുന്നില്ല. വൻകിട ടൂർ ഓപ്പറേറ്റർമാരുടെ കീഴിലുള്ള ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. നമ്മളെപ്പോലുള്ള കച്ചവടക്കാർ ഈ ഓൺലൈൻ ബിസിനസ് ആയിട്ട് നമുക്ക് മിഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഡയറക്റ്റ് ബാങ്കുമാണ് പേയ്മെൻറ്റ് വാങ്ങാറ്. ഇപ്പോൾ വന്നിരിക്കുന്ന ലോക്കൽ കുറേ കസ്റ്റമർക്ക് നിന്നും പേയ്മെൻറ്റ് മേടിക്കാനോ അവരെ വാങ്ങാനോ ഒന്നും പറ്റിയിട്ടില്ല. അവർക്ക് ഇവിടെ വന്ന കുറേ ഗസ്റ്റുകൾ ആഹാരം പോലും കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു നമ്മളിവിടെ. വിദേശീയരടക്കമുള്ള വിനോദസഞ്ചാരികളാണ് കുട്ടനാട്ടിലെത്തുന്നതെങ്കിലും
മുന്നറിയിപ്പില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരും ദിവസങ്ങളിലും ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. മറ്റത് ഇവരുടെ നിന്നും പൈസകൾ കളക്ട് ചെയ്തുമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഇന്നുകൊണ്ട് ഈ ഗ്രൂപ്പ് തീരുക 10 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ വിഷയം വരും ഇന്ന് നാളേക്ക് ആയി വന്നു. ഇപ്പം ക്യാൻസലേഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കണക്ക് തന്നെ ഈ ചിലവഴിക്കാനായിട്ട് പൈസ ഇല്ലല്ലോ. ഗസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ ഈ പൈസയുടെ പ്രശ്നം കാരണം ഗസ്റ്റുകൾ വന്നിട്ട് തിരിച്ചു പോവുക. അതിന് പൈസ മറിഞ്ഞു പോകണ്ടേ. വിനോദസഞ്ചാരത്തിനായി ആലപ്പുഴയിലെത്തിയ ടൂറിസ്റ്റുകൾക്ക് ATMും മറ്റും ഉപയോഗിക്കാൻ കഴിയാതായതോടെ കായൽ ടൂറിസം എന്ന പ്രതീക്ഷയെ നഷ്ടമായിരിക്കുകയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.